ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ തൊട്ട് ജില്ലാ ഭാരവാഹികൾ വരെയുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ SP ഓഫീസിന്റെ പരിധിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിനായി വാഹനത്തിന് തൊട്ടു പിന്നാലെ മുന്നോട്ട് കടന്നു വരുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ SP ഓഫീസിന്റെ പരിധിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിനായി കടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനെയും സഹപ്രവർത്തകരെയും സംസ്ഥാന ഭാരവാഹികളെയും തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ പിണറായിയുടെ പോലീസ് ഗുണ്ടാവിളയാട്ടം നടത്തുമ്പോൾ കേരളക്കരയുടെ മണ്ണിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും കൊണ്ട് കേരളക്കരയുടെ മണ്ണിൽ അരങ്ങു മാറുമ്പോൾ തീർത്തും ആർഭാടവും കാഴ്ചവെക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ പെൻഷൻ തുക കൊടുക്കാനാകാതെ നിലംപതിച്ചു നിൽക്കുന്ന സർക്കാരിനെതിരെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ പ്രിയമുള്ളവരെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ചൊരു പോലീസിന്റെ നടപടികൾ പരിശോധിച്ചുകൊണ്ട് കേരളക്കരയിൽ പ്രിയമുള്ളവരെ പോലീസ് ബന്ധങ്ങളുടെ പണിയെടുക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത് പ്രിയമുള്ളവരെ ഇതാ കടന്നു വരികയാണ് പ്രതിഷേധമാർക്ക്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധമാർക്കായി വാഹനത്തിനു പിന്നാലെ ഇതാ കടന്നു വരികയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരയുദ്ധങ്ങളിലാ കടന്നു വരിക. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന് വിട്ടു പിന്നാലെ ഇവരുടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, സദസ്സിന്റെ പേരുകളുള്ള അഴിമതിയും തീർത്തും കെടുകാര്യസ്ഥതയും സുഗരവച്ചവാദനം കൊണ്ട് കേരളക്കരയെ മറിച്ചു പിടിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തതിന്റെ പേരിൽ കേരളക്കരയിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളെയും ജില്ലാ അധ്യക്ഷനെയും ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ പോലീസ് ഗുണ്ടകളുടെ പണിയെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ പോലീസ് പരയാട്ട് നടത്തിക്കൊണ്ട് കേരളക്കരയിലെ സമരപോരാളികളെ തല്ലിച്ചു വെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചിനാ കടന്നു വരിക. ആലപ്പുഴയുടെ ചരിത്ര ഭൂമികയിൽ സമരത്തിന്റെ പോരാട്ടത്തിന്റെ പൂർക്കളം തീർത്ത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനെയും സഹപ്രവർത്തകരെയും തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഗുണ്ടകൾ പോലീസിന്റെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചിനാ കടന്നു വരിക. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചിനായി വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇവരുടെ കടന്നു വരിക. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ പോലീസ് പരയാട്ട് നടത്തിക്കൊണ്ട് കേരളക്കരയിൽ വാളയാറിലും വണ്ടിപ്പെരിയാറിലും ക്രൂരമായി കൊച്ചുമക്കളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പ്രതികളെ തുറന്നു വിടുമ്പോൾ പ്രിയമുള്ളവരെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതിന്റെ പേരിൽ കേരളക്കരയിലെ സമരയുഗങ്ങളെ തച്ചുതകർക്ക് പെരുപ്പണമാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുമ്പോൾ പ്രിയമുള്ളവരെ അവർക്കെതിരെ ശക്തിയില്ല. സമരത്തിന്റെ പോരാട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഇതാ കടന്നു വരിക. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചിനായി വാഹനത്തിൽ വിട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും കൊണ്ട് ഖജനാവിലെ കോടികൾ കൊള്ളയടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ അഴിമതിയും തീർത്തും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും കൊണ്ട് ഖജനാവിലെ കോടികൾ കൊള്ളയടിച്ച് നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ് തീർത്തും ആർഭാടവും കാഴ്ചവെക്കുമ്പോൾ കോടികൾ ചെലവഴിച്ച് വിട്ടുവെക്കുന്ന
കേരളക്കരയുടെ മണ്ണിൽ വിലസിലിറക്കുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതിന്റെ പേരിൽ കേരളക്കരയിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരമാർഗന്മാരെ അടിച്ചമർത്തപ്പെടുമ്പോൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും തള്ളിക്കടിച്ച് പോലീസ് തലയാട്ടുന്നതിനെ പ്രതിഷേധമുള്ള ഐതിഹാസികമായ പ്രതിഷേധമാർക്കുന്ന ഈ വാഹനത്തിന് പിന്നാലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ ഇതായി കാടുകളിലൂടെ കടന്നു വരിക. പ്രിയമുള്ളവരെ 40ഓളം പോലീസുകാർ വളഞ്ഞിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനെയും സഹപ്രവർത്തകരെയും തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗുണ്ടകൾ പോലും തെല്ലുനിരയിൽ മരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ സമര പോരാട്ടത്തിൽ നിന്ന് ഞങ്ങളെ പിന്തുണയ്ക്കാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്നുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചിന് SP ഓഫീസിന്റെ വരുത്തിലേക്ക് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇവരുടെ കടന്നു വരുന്നതാണ്. പ്രിയമുള്ളവരെ പിന്നിട്ട് കൊണ്ടുക ഇതായി വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇവരുടെ കടന്നു വരുക. പ്രിയമുള്ളവരെ കേരളക്കരയുടെ മണ്ണിൽ പെൻഷൻ തുക കൊടുക്കാനാകാതെ വെച്ചക്കെട്ടിയെടുത്ത് തെരുവിലിറങ്ങുന്ന കാലഘട്ടത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടത് സർക്കാർ അഴിമതിയും തീർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരള ജനതയെ ഭരിച്ചു മുടിക്കുമ്പോൾ പ്രിയമുള്ളവരെ കേരളക്കരയിലെ പാവപ്പെട്ട ജനങ്ങളെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാർ ഖജനാവിലെ കോടികൾ കൊള്ളയടിച്ച് അഴിമതിയും തീർത്തും കാഴ്ചവെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ബസ് വാങ്ങിക്കൊണ്ട് കേരളക്കര വെട്ടിക്കിറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരിന് പകരം കൊടുക്കാതെ കേരളക്കരയുടെ മണ്ണിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ശക്തിയില്ലാ സമരത്തിന്റെ പോരാട്ടങ്ങൾ പ്രഖ്യാപനവുമായി കടന്നുവന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകന്മാരെ അടിച്ചമർത്തിക്കൊണ്ട് തല്ലിച്ചതച്ച് പോലീസ് നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് കടന്നു വരിക. പ്രിയമുള്ളവരെ കേരളക്കരയുടെ മണ്ണിൽ പ്രിയമുള്ളവരെ ആലപ്പുഴയുടെ ചരിത്ര ഭൂമികളിൽ 40ഓളം പോലീസുകാർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനെ വളഞ്ഞിട്ടാക്രമിച്ചതിന്റെ പേരിൽ തല്ലിച്ചതച്ചതിന്റെ പേരിൽ പോലീസ് തലയാട്ട് നടത്തിക്കൊണ്ട് ഗുണ്ടകളെ പോലെ വിലസുമ്പോൾ ക്രമസമാധാനം പോലും കേരളക്കരയുടെ മണ്ണിൽ തകർച്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ കേരളക്കരയുടെ മണ്ണിൽ വാളയാറിലും വണ്ടിപ്പെരിയാറിലും പിഞ്ചമക്കളെ മാനഭംഗം ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തുന്ന പ്രതികൾ കേരളക്കരയുടെ മണ്ണിൽ ജാമ്യത്തിലിറങ്ങി വിലസു നടക്കുമ്പോൾ പ്രിയമുള്ളവരെ കേരളക്കരയ്ക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തതിന്റെ പേരിൽ കേരളത്തിലെ പാവപ്പെട്ട ഇന്ത്യൻ
ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ സംസ്ഥാന പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കടത്ത വിരുദ്ധമാണ് പ്രിയമുള്ളവരെ ഓഫീസിന്റെ വരികളിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധമാർഗമായി വാഹനത്തിൽ വിട്ടുകൊണ്ടാണ് മുന്നോട്ട് കടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതാ കടന്നു വരിക പ്രിയമുള്ളവരെ. ഖജനാവിലെ കോടികൾ കൊള്ളയടിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ അഴിമതിയും കെടുകാര്യസ്ഥതയും സജനപക്ഷപാതവും കൊണ്ട് കേരളക്കരയെ ഭരിച്ചു മുടിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് പ്രിയമുള്ളവരെ ഗുണ്ടകളുടെ പണിയെടുത്തുകൊണ്ട് 40ഓളം പോലീസുകാർ വളഞ്ഞിട്ടുകൊണ്ട് കേരളക്കരയിലെ സമരയുവനങ്ങളെ അടിച്ചമർത്തപ്പെടുമ്പോൾ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനെയും സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ പ്രതിഷേധ വാർത്ത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനത്തെടുത്തുകൊണ്ടാണ് മുന്നോട്ട് വഴിപ്പാറകളിലൂടെ ഇടന്ന വരുന്നതാണ് പ്രിയമുള്ളവരെ. കേരളക്കരയുടെ മണ്ണിൽ വാളയാറിലും പമ്പിപ്പറിയാറിലും അടക്കം കേരളക്കരയിലെ പിഞ്ച് മക്കളെ ക്രൂരമായി മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തുമ്പോൾ കേരളക്കരയുടെ മണ്ണിൽ ആ കൊടും കുറ്റവാളികൾ പ്രിയമുള്ളവരെ ഇറങ്ങി നടക്കുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തതിന്റെ പേരിൽ കേരളക്കരയിലെ സമരയുവനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് കേരളക്കരയിലെ പാവപ്പെട്ട ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകന്മാരെ തല്ലിച്ചതച്ച പോലീസിന്റെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് 40ഓളം പോലീസുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചതിന്റെ പേരിൽ പ്രിയമുള്ളവരെ അതിനെതിരെ ശക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് വാഹനത്തിൽ വിട്ടുകൊണ്ടാണ് മുന്നോട്ട് വഴിപ്പാറകളിലൂടെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞ കാലങ്ങളിൽ സമര പോരാട്ടത്തിന്റെ പൂർക്കളം തീർത്തുകൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തതിന്റെ പേര് കേരളക്കരയിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികളെ പരിപാടികളിലുള്ള കേരളക്കരയിലെ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളെയുമെല്ലാം തല്ലിച്ചതച്ച പോലീസ് നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ഈവളവരെ ഗുണ്ടകൾ പോലും കൊല്ലുന്ന രീതികൾ ഈവളവരെ ഗുണ്ട ആക്ക് നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ അവർക്കെതിരെ പോരാട്ടത്തിനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയമുള്ളവരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഇതിഹാസികമായ പ്രതിഷേധ വാർത്ത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വാഹനത്തിൽ പിന്നാലെ SP ഓഫീസിന്റെ വഴികളിലേക്ക് ഇവരുകൾ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. കേരളത്തിലുള്ള നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ ഖജനാവിലെ പേരുകൾ കൊള്ളകടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വലിക്കുകൊണ്ടൊരു ബസ്സം വാങ്ങി 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളം കറങ്ങുമ്പോൾ കേരളക്കരയിലെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലാകുമ്പോൾ പ്രിയമുള്ളവരെ ആ ജനങ്ങളുടെ കണ്ണീരിനെ പകരം വെക്കാതെ ആ ജനങ്ങളുടെ കണ്ണീരിനെ പകരം കൊടുക്കുവാൻ പ്രിയമുള്ളവരെ കേരളക്കരയുടെ മണ്ണിൽ കേരളക്കരയിലെ സമരങ്ങൾ സമരത്തിലായി ഉയർത്തിട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ തല്ലിച്ചതച്ച പോലീസ് പടയാട്ടിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കേരളക്കരയുടെ മണ്ണിൽ പ്രിയമുള്ളവരെ പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറിക്കൊണ്ട് കേരളക്കരയുടെ മണ്ണിൽ കേരളത്തിലെ പോലീസ് ക്രമസമാധാനം തകർച്ചയുടെ വക്കിലേക്ക് വനിതകളെ പോലും തല്ലിച്ചതച്ചുകൊണ്ട് പ്രിയമുള്ളവരെ പുരുഷ പോലീസുകൾ വനിതകളെ പോലും
തല്ലിച്ചതച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അതിനെതിരെ പ്രഖ്യാപനമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ വാർത്ത ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇതുവരെ കടന്നു വരിക ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ വാർത്ത SPRTCന്റെ പടിക്കലേക്ക് ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വാളയാറിലും പണ്ട് പെരിയാറിലും അടക്കമുള്ള കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ പാവപ്പെട്ട പിച്ചുകളുടെ മക്കളെ മാനവംഗം ചെയ്തുകൊണ്ട് ക്രൂരമായി പ്രേരിപ്പിക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ആ പ്രതികൾ പോലും കേരളക്കരയുടെ മണ്ണിൽ മനസ്സ് നടക്കുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തതിന്റെ പേരിൽ കേരളക്കരയിലെ പാവപ്പെട്ട ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരപരന്മാരെ അടിച്ചമർത്തിക്കൊണ്ട് പോലീസ് തലയാട്ട് നടത്തിക്കൊണ്ട് കേരളക്കരയുടെ മണ്ണിൽ വനിതാ പ്രവർത്തകരെ പോലും പോലീസ് നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് സ്ഥിതിയും സഹനമറ്റ വാദം കൊണ്ട് ഇറങ്ങി നടക്കുന്ന സമരത്തിന്റെ പേരിൽ കേരളക്കരയിലെ കോൺഗ്രസിന്റെ കരുണമാരെ തല്ലിച്ചതച്ചതിൽ സംസ്ഥാന കമ്മിറ്റികളുടെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ മുന്നോട്ട് ഈ വഴിത്താരകളിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കൊടും കുറ്റവാളികളെ പോലും കേരളക്കരയുടെ മണ്ണിൽ ഒരു പോരാളി വേദനേൽപ്പിക്കാതെ കേരളക്കരയുടെ മണ്ണിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളക്കരയുടെ മണ്ണിൽ സമരം ചെയ്തതിന്റെ പേരിൽ വളരെയിട്ട് വനിതാ പ്രവർത്തകരെ ജില്ലാ അധ്യക്ഷനെ തല്ലിച്ചെടുത്തതിന്റെ പേരിൽ പ്രിയമുള്ളവരെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ വാർത്ത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധ വാർത്ത SPRTCന്റെ വരിക്കിലേക്ക് വാഹനത്തിൽ വിട്ടുകൊണ്ടാണ് മുന്നോട്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് പോലും പ്രിയമുള്ളവരെ പോലീസ് തല്ലിച്ചതച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ പ്രിയമുള്ളവരെ അതിനെതിരെ സത്യമില്ലാ സമര പ്രഖ്യാപനവുമായി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള SPRTCന്റെ വരിക്കിലേക്കുള്ള പ്രതിഷേധ വാർത്ത ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ മുന്നോട്ട് ഈ വരിക്കാരുകളിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ നവകേരള സദസ്സിന്റെ പേര് വെള്ളകടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തതിന്റെ പേരിൽ കേരളക്കരയുടെ മണ്ണിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ അധ്യക്ഷന്മാരെയും ജില്ലാ ഭാരവാഹികളെയും ഘോരമായി വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SPRTCന്റെ വരിക്കിലേക്കുള്ള പ്രതിഷേധ വാർത്ത ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ പോലീസ് ഗുണ്ടാ നടപടികൾ എടുത്തുകൊണ്ട് കേരളക്കരയിലെ സമര പോരാളികളെ തല്ലിച്ചെടുക്കുമ്പോൾ ക്രൂരമായി മർദ്ദിക്കപ്പെടുമ്പോൾ ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകന്മാരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഐതിഹാസികമായ പ്രതിഷേധ മാർച്ചതായി വാഹനത്തിൽ വിട്ടുപിന്നാലെ SPRTCന്റെ വരിക്കിലേക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിലൊരാത്ത കാൽവെട്ടും അതിഫലമായ മനസ്സിലായി ജീവിക നിരവധികളുടെ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാനം
അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ണിൽ ഏറ്റവും വലിയ മതേതര യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന SP ഓഫീസിന്റെ പടിക്കലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചുത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ രാഹുൽ മാങ്കോട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും പ്രതിഷേധിച്ചുകൊണ്ട് വനിതാ പ്രവർത്തകരടക്കം ക്രൂരമായി തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 40ഓളം പോലീസുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസുകാർ ഗുണ്ടകളെ പണിയെടുത്തുകൊണ്ട് കേരളക്കരയുടെ മണ്ണിൽ ക്രമസമാധാനം ഒറ്റപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ വാളയാറിലും വണ്ടിപ്പെരിയാറിലും കേരളക്കരയുടെ നാനാഭാഗങ്ങളിലും കേരളക്കരയിലെ പിഞ്ചുമക്കളെ ക്രൂരമായി മാനവങ്ക ചെയ്ത് പോലും കേരളക്കരയുടെ മണ്ണിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ കേരളക്കരയുടെ മണ്ണിൽ വിളിച്ചപ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചക്കരയിലെ പാവപ്പെട്ട ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാരെ തല്ലിച്ചതിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് നരയാക്കുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കരനായ രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഐതിഹാസികമായ പ്രതിഷേധ മാർച്ചുത SP ഓഫീസിന്റെ പടിക്കലേക്ക് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ മുന്നോട്ട് കിടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇതായി വ്യവഹാരങ്ങളിലൂടെ കിടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമര വിവരങ്ങളിലാ കിടന്നു വരിക. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ ഖജനാവിലെ കോടികൾ ഗണിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളക്കരയിലെ ജനങ്ങളെ വധിക്കുന്ന ഗവൺമെന്റിനെതിരെ സമര പോരാട്ടത്തിന്റെ പോർക്കളം തീർത്തതിന്റെ പേരിൽ കേരളക്കരയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ പ്രിയമുള്ളവരെ, കേരളക്കരയിലെ പാവപ്പെട്ട ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ജില്ലാ ഭാരവാഹികളെയും ജില്ലാ അധ്യക്ഷനെയുമെല്ലാം അടിച്ചമർത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് ഗുണ്ടകളുടെ പണിയെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ പ്രതിഷേധ മാർച്ചിനായി വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവരെ കടന്നു വരിക. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കർമ്മഭടന്മാർ അണിനിരന്നുകൊണ്ടുള്ള ഐതിഹാസികമായ പ്രതിഷേധ മാർച്ചുക SP ഓഫീസിന്റെ വഴിയിലേക്ക് ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളക്കരയുടെ മണ്ണിൽ വാളയാറിലും വണ്ടിപ്പെരിയാറിലും അടക്കം കേരളക്കരയിലെ പാവപ്പെട്ട പിഞ്ചു പൈതന്മക്കളെ മാനവങ്കം ചെയ്ത് വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതികൾ പോലും കേരളക്കരയുടെ മണ്ണിൽ അരങ്ങു വാഴുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ കേരളക്കരയിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകന്മാരെ 40ഓളം പോലീസുകാർ വളഞ്ഞിട്ട് ജില്ലാ അധ്യക്ഷനെയും വനിതാ പ്രവർത്തകരെയും അടിച്ചമർത്തതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചിത കടന്നു വരിക. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് വാഹനത്തിന് പിന്നാലെ SP ഓഫീസിന്റെ പടിക്കലേക്ക് മുന്നോട്ട് ഇതുവരെ കടന്നു വരിക. പ്രിയമുള്ളവരെ, തിരിച്ചടിക്കും കട്ടായം ആരാണ്ടിയുടെ
ആലപ്പുഴയിലെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ MP പ്രവീൺ അടക്കം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘ അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരായിട്ടാണ് നമ്മൾ ഈ SPMO ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചിന് സ്വാഗതം പറയുവാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കോടിയേറ്റ് ക്ഷണിക്കുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, എത്രയും ബഹുമാന്യനായ കരുനാഗപ്പള്ളിയുടെ MLA ശ്രീ CR മഹേഷ്, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട DCC അധ്യക്ഷൻ, അതുപോലെ പ്രിയപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സമാരാധരായ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ അരിതയും അനൂതാജും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് നടക്കുന്ന പോലീസ് ധനനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ആലപ്പുഴ SP ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള പോലീസ് ധനനായാട്ടാണ് ആലപ്പുഴ ജില്ലയിൽ നടന്നത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിന് കരിങ്കൊടി കാണിച്ചവരെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നതും മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് KSU ജില്ലാ പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെയും കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അതിക്രൂരമായി മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജിമോനെ ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ DYFI-കാരൻ പോലീസ് നോക്കി നിൽക്കെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അകാരണമായി അന്യായമായി അടൂരിലെ വീട്ടിൽ നിന്ന് വെളുപ്പാൻകാലത്ത് പിടിച്ചുകൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ മാർച്ച് നടത്തിയ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പ്രവീണും ജില്ലാ ജനറൽ സെക്രട്ടറി മേഘയും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തല്ലിച്ചതക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഇത് തുടരുന്ന വേട്ടയാണ്. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സംഭവമാണെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിലെ പോലീസ് തുടരുന്ന വേട്ടയാണ് യൂത്ത് കോൺഗ്രസിനെ നടത്തുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ SP ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജില്ലക്കാരനായ ഈ ആലപ്പുഴയിലെ പോലീസിന്
ചെങ്ങന്നൂരിന്റെ MLA, അയാൾക്ക് മാത്രമാണ് നിയമം കുന്തവും കുറച്ചക്രവും, മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്കല്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇവർക്കൊരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ നേരിടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നൊന്നുമല്ല. ഇന്ന് KSU ജില്ലാ പ്രസിഡന്റിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെയും കേസിൽ ഗൺമാനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ആ ഗൺമാനെ 1.5 മാസത്തിന് ശേഷമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം പറഞ്ഞേക്ക്, ആ ഗൺമാനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യാത്ത ആലപ്പുഴ SP-യും ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ CI ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകും. എത്ര ദാരുണമായാണ് പ്രവീണിനെയും മേഘയെയും അടക്കമുള്ളവരെ ഇവിടെ ആക്രമിച്ചത്. പ്രവീണിന് തലയിൽ ബ്ലഡ് കോട്ടായി ബിലീവേഴ്സ് ആശുപത്രിയിലെ ICU-വിൽ കിടക്കേണ്ടി വന്നു. മേഘയ്ക്ക് കഴുത്തിന് പിറകിൽ അടികൊണ്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ അവിടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ മുദ്രാവാക്യം വിളിച്ചപ്പോ കുറെ പേരുകൾ പറഞ്ഞു. ഒരു ബാബുരാജ്, ഒരു അവിനാശ്, ഒരു ഉല്ലാസ്, ഒരു ബിജിലാല്, ഏത് പിണറായിയുടെ എംബോക്കിയാണെങ്കിലും പെൻഷൻ പ്രസ്താവിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ മാർച്ചുകൾ നടത്തുന്നത്. ഈ മാർച്ച് സമാധാനപരമായാണ് നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, 20-ാം തീയതി സെക്രട്ടേറിയറ്റിൽ ഞങ്ങളൊരു മാർച്ച് നടത്തി. അത് തിരുവനന്തപുരത്ത് മാത്രം സാധിക്കുന്നതല്ല, ഈ ആലപ്പുഴ SP ഓഫീസിലേക്കും സാധിക്കും എന്ന് പറഞ്ഞു വെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പോലീസിന് ഒരു പ്രത്യേക അസുഖമുണ്ട് പിണറായിക്ക്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആരോപണം ഉന്നയിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒന്ന് തിരുവനന്തപുരത്തെ ഷാഫി, 2 തിരുവനന്തപുരത്തെ ദിൽജിത്ത്. ഇപ്പൊ ഇന്ന് വന്ന വാർത്ത, നമ്മൾ ആരോപണം ഉന്നയിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകാരണമായി അന്യായമായി പിടിക്കാൻ നേതൃത്വം കൊടുത്ത ഈ 2 ഉദ്യോഗസ്ഥരുടെ രാഹുലിന്റെ ഹോം സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഷാഫിയെ അടൂർ CI ആയും ഈ ദിൽജിത്തിനെ അടൂർ SI ആയും മാറ്റിയിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹോം സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ അങ്ങ് ഉലത്തിക്കളയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. എല്ലാവർക്കും ഹോമും സ്റ്റേഷനും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും കരുനാഗപ്പള്ളിയുടെ MLA-യുമായ ശ്രീ CR മഹേഷിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട DCC-യുടെ പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട KPCC-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ A. ഷുക്കൂർ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട KPCC-യുടെ സെക്രട്ടറി ശ്രീ S. ശരത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാർ, പ്രിയപ്പെട്ട KPCC-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ KP ശ്രീകുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ശ്രീമതി ഹരിത ബാബു, അതുപോലെ തന്നെ അനൂപ് താജ് എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ഈ ആലപ്പുഴ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ മാത്രം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ, കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനും കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA-യുമായ പ്രിയപ്പെട്ട ശ്രീ CR മഹേഷ് അവർകൾ, ഏറെ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ KP ശ്രീകുമാർ, ശ്രീ A. ഷുക്കൂർ, ഏറെ ബഹുമാനായ KPCC-യുടെ സെക്രട്ടറി ശ്രീ S. ശരത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കോടിയാട്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷർ പ്രിയപ്പെട്ട ശ്രീ അമിതാജ്, കുമാരി ഹരിത ബാബു, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ
മുൻ അധ്യക്ഷൻ ശ്രീ ടിജിൻ ജോസഫ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മുൻ പാർലമെന്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സജി ജോസഫ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, അനന്തനടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹഭാരവാഹികൾ, പ്രിയപ്പെട്ട ശ്രീ അനിൽ ബോസ് അടക്കമുള്ള ബഹുമാനിരെ, ഇന്നിവിടെ ഇത്തരത്തിലൊരു SP ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തെ പറ്റി വളരെ കൃത്യമായി തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കൂടിയായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർക്കെതിരായിട്ടുള്ള നരനായാട്ടിന്റെ ഏറ്റവും കിരാതമായ വാഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത്. പിണറായി വിജയന്റെയും ആ പീറ ശശിയുടെയും ഉത്തരവ് കേട്ടിട്ട് ലാത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ ആലപ്പുഴയിലെ കായലുകൾക്ക് EMSന്റെ സർക്കാരിനെ താഴെ വീഴ്ത്തിയതിന്റെ ഓർമ്മകൾ ഈ കായലുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ലാത്തിയും കോപ്പും കൊണ്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവെക്കുന്നതായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ ഈ ജില്ലയിൽ നവകേരള ബസിന്റെ ദൂരത്തിന്റെ ധാരാളിത്തത്തിന്റെ ബസ്സിനെ തടഞ്ഞിട്ട പാരമ്പര്യമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകരുള്ള ജില്ലയാണ് ഈ ജില്ല. അന്ന് സമരത്തിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജില്ലാ KSU കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ് ജോയൽ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വായിലേക്ക് അലുവ തിരികെ കൊടുക്കുന്ന അത്ര കണ്ട് ബന്ധമുള്ള അനിൽകുമാറിനെയും സന്ദീപിനെയും പോലെയുള്ള എംബോക്കികളായ ഉദ്യോഗസ്ഥന്മാർ തലക്കിലാത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇന്ന് ഈ സമരവുമായി വരുമ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ അനിൽകുമാറും സന്ദീപും പിണറായി വിജയനും ശശിയും സംരക്ഷിച്ച് നിർത്തിയിട്ട് പോലും കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ദിവസമാണ് യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇന്നൊരു SP ഓഫീസ് മാർച്ചുമായി വന്നത് എന്ന് നിങ്ങൾ ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയനും ശശിയും എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലാത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് എങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല, പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാധാരണ പറയാറുമില്ല, ഞങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് പറയുന്നത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ജില്ലയിൽ സമരം നടത്തിയതിന്റെ പേരിൽ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ MP പ്രവീൺ, അവനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചല്ല നിങ്ങൾ വർദ്ധിച്ചത്, അവനെ നിങ്ങൾ വട്ടം കൂടി നിന്ന പോലീസ് ബന്ദോബസ്തിനകത്തേക്ക്, പോലീസുകാർ തീർത്ത മനുഷ്യമതിൽക്കെട്ടിനകത്തേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർദ്ധിച്ചത്. പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘയടക്കമുള്ള വനിതാ സഹപ്രവർത്തകരുടെ തലയ്ക്കാണ് ഇതിലേക്ക് അടിച്ചത്. പ്രവീണിന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. ഈ ദിവസം പോലും ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രവീണിനെ മനുഷ്യമതിനകത്തേക്ക് വലിച്ചു കയറ്റി അതിക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് ഏമാന്മാരോട് സൂചിപ്പിക്കുന്നു, അതേ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സല്യൂട്ട് അടിച്ചിട്ട് നീക്കി നിൽക്കുന്ന കാലത്തിന് അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ. ഞാനും ചില ലിസ്റ്റുകൾ പറയാം, ഗുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം. പ്രവീണിനെ ആദ്യം അടിച്ചത് ഇവിടുത്തെ DYSP ജയരാജ് എന്ന് പറയുന്നവരാ. ആ ബാരിക്കേഡിനകത്തുണ്ട് ജയരാജ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജിന് ആയിട്ടില്ല. അവനെ മനുഷ്യമതിനകത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ CI അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. SI ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്കിന് ബാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. അകത്തേക്ക് ഈ മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, പോൾ ഉല്ലാസ്, നിന്റെ തോളത്തിപ്പോ നക്ഷത്ര ചിഹ്നമില്ല. ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം
അന്ന് മർദ്ദിച്ചതിന് ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ച ഇനിയും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ SI പ്രദീപ് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരൻ നിന്റെ കൈത്തരമ്പ് മാറുന്നതുവരെ ഒന്ന് നോക്കാം. തെരുവിലങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്കാകാമെന്ന ആ SI പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പ്രവീണിന്റെ തലക്കടിച്ചപ്പോ ഒടിഞ്ഞ ലാത്തി, ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൻ സാറിനെയും ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ, ധനീഷ്, നോർത്ത് SI ധനീഷ്, അതുപോലെ തന്നെ റൌഫ്, വിനു. ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡ് SIക്ക് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം. ആ പ്രയാസവും ഞങ്ങൾ തീർത്തു തരാം. ഗ്രേഡ് SI സാറേ, ഈ ലിസ്റ്റ് ഇപ്പൊ തൽക്കാലം പിണറായി വിജയൻ ഗുഡ് എൻട്രിക്ക് വെച്ചേക്കട്ടെ. ഈ ലിസ്റ്റിങ്ങിനെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വെക്കും. ഇനി ഒരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ആയിരിക്കും ആലപ്പുഴയിലെ ഇന്ന് ഉത്തരവിട്ടിരിക്കുന്ന പോലീസ് ഏമാന്മാർ കൃത്യമായി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ സംഘർഷം നടത്തി സമരം ചെയ്യാൻ വന്ന ആളുകളല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുമ്പോ ഇന്നലെ പോലും ഒരു സാധാരണക്കാരനായ അംഗപരിമിതനായ ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യൻ പെൻഷൻ വാങ്ങാതെ ഇരിക്കുമ്പോഴാണ് അജിമോനെ പോലെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗപരിമിതിയുള്ള മനുഷ്യന്മാർ സമരവുമായി തെരുവിലേക്ക് വരുന്നത്. ആ തെരുവിലേക്ക് ഇറങ്ങിയ അജിമോനെ പിന്നാലെ വന്ന് മർദ്ദിച്ച DYFIക്കാരനെ നോക്കി ഒന്ന് മുഷ്ടി ചുരുട്ടാനുള്ള ധൈര്യം പോലുമില്ലാത്ത പോലീസുകാരനാണ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരൻ വരുമ്പോ കൈത്തരമ്പ് തീർക്കുന്നത്. ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമില്ല. ഈ നാട്ടിലെ സാധു മനുഷ്യന്മാർക്ക് 65 ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഇപ്പം നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഈ പോലീസ് ജീപ്പ് ഉണ്ടല്ലോ, ഈ പോലീസ് ജീപ്പിൽ സ്ഥിരമായി പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പമ്പ് ഡീലർമാർ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത മാസം തൊട്ട് പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പോലീസ് ജീപ്പിൽ ഡീസൽ അടിച്ചു തരുന്നില്ല എന്ന സർക്കുലർ പറയുമ്പോ നിങ്ങളുടെയൊക്കെ ജീപ്പിലേക്ക് ഡീസൽ ഊർത്തി തരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമില്ല. കൈയൂപ്പ് കൊണ്ട് അങ്ങ് ഞങ്ങളെ തീർത്ത് കളയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ EMS-ഉം ഗോപാലൻ സേനയും ഒന്നിച്ചിറങ്ങിയിട്ട് നടക്കാതെ പോയ കാര്യമാണ് ഇന്ന് പിണറായി വിജയനും വിജയന്റെ വാനരസേനയും നിങ്ങൾ ചേർന്ന് നടത്തുന്നത് എങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞു പേടിപ്പിക്കാൻ നിൽക്കേണ്ട. അങ്ങനെ പേടിക്കുന്ന ആളുകളല്ല യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ. നിങ്ങളെ തല്ലിയാൽ തിരിച്ചെഴുന്നേറ്റ് നിന്ന ആ പൊട്ടിയൊലിച്ച തലയിൽ നിന്നൊഴുകി വരുന്ന ചോര തീർത്തുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച സമരങ്ങളുമായി കടന്നു പോകുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഈ പേര് വിളിച്ച ഉദ്യോഗസ്ഥന്മാർ ഇത് മാത്രം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ മതി. അതല്ലാതെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി ഓഫീസിൽ നിന്നും ശശിയെ തരുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി കാലത്തിന് കാക്കി വെക്കാൻ ഒരു കണക്കും ഞങ്ങൾ വെക്കില്ല. കണക്കുകളൊക്കെ ഇപ്പോൾ തന്നെ തീർത്തു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ SP ഓഫീസ് മാർച്ച് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള താക്കീതായി കാണണം. ഇനി ഒരു വരവ് കൂടി ഞങ്ങളെ വരുത്തരുത്. അങ്ങനെ വരുത്തിയാൽ അത് നിങ്ങൾക്ക് നന്നാകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുവാൻ വേറെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA ശ്രീ CR മഹേഷ് ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ മാർച്ചിന്റെ നായകൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കേരളത്തിലെ യുവജനങ്ങളുടെ ആശയും ആവേശവുമായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബുപ്രസാദ് ex-MLA, KPCC ജനറൽ സെക്രട്ടറി ശ്രീ A. ഷുക്കൂർ ex-MLA, KPCC-യുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KP ശ്രീകുമാർ, KPCC-യുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശരത്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാർ ശ്രീ ടിജിൻ, ശ്രീ സജീവ് ജോസഫ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട
വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ശ്രീ അനൂപ് താജ്, ഹരിത ബാബു ഉൾപ്പെടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ, ഏറെ ആദരണീയനായ ഡിവൈഎസ്പി ശ്രീ ജയരാജ്, CI ശ്രീ അരുൺ, SI ശ്രീ ബാബുരാജ്, ശ്രീ ഉല്ലാസ്, ശ്രീ ലാത്തി ഒടിയുന്നത് വരെ അടിച്ച ബഹുമാനനായ ശ്രീ ആൻസൺ, ഹെഡ് കോൺസ്റ്റബിൾ ശ്രീ അഭിലാഷ്, നോർത്ത് ആലപ്പുഴ SI ശ്രീ ധനീഷ്, തൃക്കുന്നപ്പുഴ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ റൌഫ്, സിവിൽ പോലീസ് ഓഫീസർ ശ്രീ വിനു, SI ശ്രീ ബെർലി, പ്രിൻസിപ്പൽ SI ശ്രീ പ്രദീപ്, പിന്നെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ആദരവ് കാണിച്ച പ്രിയപ്പെട്ട ശ്രീ പോൾ, തലക്കടിക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ വിജിലാൽ, അങ്ങനെ ഉൾപ്പെടെയുള്ള ആദരണീയരെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഒരു കാലത്തും ഈ പേര് മറക്കില്ല. കേരളത്തിൽ ഈ നടക്കുന്ന സംഭവം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മലയാളികൾക്ക് മുമ്പിൽ വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ DYFI ഉൾപ്പെടെ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങൾ നേരത്തെയും സമരം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൊക്കെ കൊടുത്തും കൊണ്ടും പോയ ചരിത്രമാണ് കേരളത്തിന്റെ സമര ചരിത്രം. പക്ഷെ സമാനതകളില്ലാത്ത പോലീസിന്റെ വേട്ട എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നതാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീണ്, ഞാനും ശ്രീകുമാറും ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ ഫോട്ടോ കാണുന്നത്. സത്യത്തിൽ മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും നാണിക്കുന്ന തരത്തിൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന തരത്തിൽ അതിക്രൂരമായ പോലീസ് മർദ്ദനം. പരുന്ത് കാക്കയെ കൊത്തിക്കൊണ്ടു പോകുന്നത് പോലെ ഒരു ചെറുപ്പക്കാരനെ പോലീസ് കൂട്ടം വലിച്ചഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. എന്താണ് പ്രശ്നം? ഏതെങ്കിലും പോലീസ് വാഹനം എറിഞ്ഞു തകർത്തോ, കത്തിച്ചോ? യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ ഏതെങ്കിലും പോലീസുകാർക്ക് പരിക്കു പറ്റുന്ന തരത്തിൽ അക്രമം അഴിച്ചുവിട്ടോ, കലാപം ആഹ്വാനം ചെയ്തു? യാതൊരു പ്രകോപനവും ഇല്ലാത്ത, ഞാൻ രാവിലെ പ്രിയപ്പെട്ട പ്രവീണിന്റെ വീട്ടിൽ ഇന്നലെയാണ് രാത്രിയിൽ ഡിസ്ചാർജ് ആവുന്നത്. പ്രിയപ്പെട്ട പ്രവീൺ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹം വീട്ടിലുണ്ട്. ഇന്നലെ രാത്രി ഡിസ്ചാർജ് ആയി. ഇന്ന് രാവിലെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമാണ് പ്രവീണിന്റെ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെയും DYFIക്കാരെ പോലെ ഒരു ക്രിമിനൽ കേസിലും ഒരു സാമൂഹ്യ വിരുദ്ധ കേസിലും പ്രതിയല്ലാത്ത മാന്യമായി വിദ്യാഭ്യാസം ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരനായകനായി ഈ ജില്ലയിൽ ഈ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ മനഃപൂർവ്വം ബോധപൂർവം പ്രവീൺ എന്ന നട്ടലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ബോധപൂർവമായ ശ്രമമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മർദ്ദിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒന്നോ രണ്ടോ അടി കൊടുക്കും, ഒരു ഏറ് നടക്കും, വെള്ളം ചീറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പോലീസിന്റെ ലാത്തി ചാർജിന്റെ സ്വാഭാവികമായ ഒരന്ത്യം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി മർദ്ദിക്കുന്നതാണ്. എന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ, ഉന്നതമായ അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും വ്യക്തമാകും നിങ്ങളെ പ്രേരിപ്പിച്ചത്. അതിന് മുൻ ദിവസങ്ങളിൽ പ്രവീൺ ഇവിടെ കാഴ്ചവെച്ച സമരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച
ആണത്വവും ആ തൻ്റെ ഇടവും ഈ പ്രസ്ഥാനത്തോടുള്ള കൂറനും നിങ്ങൾ കൊടുത്ത മറുപടിയാണ്. അവിടെ നിന്ന് നേരെ ഇന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മേഘ എന്ന പെൺകുട്ടി കരുനാഗപ്പള്ളിക്കാരിയാണ്. മേഘയുടെ അച്ഛന് കണ്ണിന് കാഴ്ചയില്ല, 2 പെൺമക്കളാണ്. ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയാണ്. ഒറ്റ തെറ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയായി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി മുഴുവൻ ആളുകൾക്കും അഭിപ്രായമുള്ള ഒരു സഹോദരി. ഒരഭിപ്രായ വ്യത്യാസവും ആ പെൺകുട്ടിയെ കുറിച്ച് പറയാനില്ല. ഒരടി കഴുത്തിനടിച്ചപ്പോൾ ഭയന്നു പോയ മേഘ പറഞ്ഞു, ഇനി എന്നെ അടിക്കല്ലേ സാറേ. എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഏമാമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ തിരക്കണം. ആശുപത്രി കിടക്കയിൽ ഇപ്പോഴും തേങ്ങുകയാണ്, കരയുകയാണ്. പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാലത്തും ഈ മൃഗീയമായ പോലീസ് വേട്ടയ്ക്ക് മാപ്പില്ല, നിങ്ങൾ മറക്കാൻ പാടില്ല. ആ സഹോദരി ജീവിക്കാൻ വേണ്ടി ഹരിതയുടെ അയലത്തുകാരിയാണ്, ഹരിത ബാബുവിന്റെ സഹപ്രവർത്തകയാണ്. 25 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു സ്വയം തൊഴിൽ, ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. അത്യാവശ്യം ബാങ്കിലെ പലിശയും മുതലും അടച്ചു വരുന്ന സമയത്താണ് ഈ മൃഗീയമായ മർദ്ദനം വെക്കേണ്ടി വരുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഇനി സ്വന്തമായി വാഹനം ഓടിച്ച് 2 വീലറിലാണ് അതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ ജോലിയും. ഇനി വാഹനം 2 വീലർ ഓടിക്കാൻ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് പറയുന്ന തരത്തിൽ ഭയാനകമായ അവസ്ഥയിൽ കഴിയുകയാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഭയന്നു പോയി ആ പെൺകുട്ടി. യഥാർത്ഥത്തിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുകയാണ്, ഈ പേര് വായിക്കാത്ത കണ്ടാൽ അറിയാവുന്ന ഈ പോലീസ് വേട്ടയ്ക്ക്, ഈ വൃത്തികേടിന്, ഈ തെമ്മാടിത്തരത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതുവരെയും ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നടത്തുന്ന നെറികേടുകൾ, പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തതിന്, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന്, ക്രമസമാധാനം തകർക്കുന്നതിന്, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ മുതുമുത്തശ്ശിയെ വരെ മാനഭംഗത്തിന് ബലാത്സംഗത്തിന് ഇരയാക്കുന്നതിന്, പിൻവാതിൽ നിയമനം നടത്തുന്നതിന്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കുന്നതിന്, PSCയുടെ വിശ്വാസി തകർക്കുന്നതിന്, ഭരിച്ചു മുടിച്ച് സ്വർണ്ണക്കള്ളക്കിടത്ത്, കുംഭകോണം, അഴിമതി, കൊള്ളിവെപ്പ് എന്ന് വേണ്ട സകല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സമരം ചെയ്യുന്നത്, കരിങ്കൊടി കാണിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്, വാഹനം തടയുന്നത്, മാർച്ച് നടത്തുന്നത് ഈ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് അടിച്ചമർത്തായി ഇല്ലാതാക്കാൻ നോക്കുകയാണ്. പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെ ഒരു ചരിത്രം എന്നെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകർ, പൊതുജനങ്ങൾ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. എത്രയോ സമരങ്ങൾ, എത്രയോ സമരാഭാസങ്ങൾ, എത്രയോ വൃത്തികേടുകൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്താണ് രാഹുൽ ചെയ്ത കുറ്റം? മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നേരിട്ടും ഈ യുവജന പ്രസ്ഥാനത്തിന് കാരിരുമ്പിന്റെ കരുത്തോടുകൂടി കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നു എന്നൊരു തെറ്റ് മാത്രമാണ് രാഹുലിന്റെ പേരിലുള്ളത്. അല്ല, എന്ത് തെറ്റ്? ആദ്യമായിട്ടാണോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വാഹനങ്ങൾ കത്തിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് മർദ്ദിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏത്? DYFI. ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ എറിഞ്ഞ് തകർത്തിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുടെ മുഖത്തേക്ക് കരിയോയിൽ ഒഴിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത്? DYFI. നിങ്ങൾ ചെയ്തിട്ടുള്ള സമരാഭാസങ്ങളുടെ കഥകൾ കേരളത്തിലെ ആളുകൾ മറന്നിട്ടില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള, അടിച്ചമർത്താനുള്ള ശ്രമത്തിനെതിരായിട്ട് അതിശക്തമായി കേരളത്തിൽ ഇപ്പൊ നാളെ നിയമസഭ തുടങ്ങുകയാണ്.
ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിഷയം വളരെ ഫലപ്രദമായി പ്രതിഷേധ സൂചകമായി കേരള നിയമസഭയിൽ ഉന്നയിക്കും. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അതിശക്തമായ പോരാട്ടം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നിങ്ങൾ വാങ്ങിച്ച അടിക്ക്, നിങ്ങൾ ജയിലിൽ നീറി കഴിഞ്ഞ ദിവസങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്കു പറയിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി ഇത്രയും ചെറുപ്പക്കാർ ഈ മാർച്ചിൽ പങ്കെടുത്തു. നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മാർച്ച്, ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Yeah.